കോഴിക്കോട് പശുക്കടവിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. വീട്ടമ്മ മരിച്ചത് വൈദ്യുതാഘാതമേറ്റ് എന്ന് റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പന്നിക്ക് വെച്ച വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റതെന്നാണ് വിവരം. ഇന്നലെയാണ് പശുക്കടവ് കോങ്ങോടുമലയിൽ പശുവിനെ തേടിപ്പോയ ചൂളപ്പറമ്പിൽ ഷിജുവിന്റെ ഭാര്യ ബോബിയെ കാണാതായത്. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും അടക്കം നടത്തിയ തിരച്ചിലിനൊടുവിൽ ഇന്ന് പുലർച്ചെ 1 മണിയോടെ ബോബിയെ വനാതിർത്തിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സമീപത്ത് പശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ തുടക്കം മുതൽ തന്നെ ദുരൂഹത നിലനിന്നിരുന്നു. പശുവിന്റെയോ ബോബിയുടെയോ ശരീരത്തിൽ പരുക്കുകൾ ഉണ്ടായിരുന്നില്ല. വൈദ്യുതാഘാതം ഏറ്റാണ് മരണമെന്ന സൂചന ലഭിച്ചിരുന്നു. എന്നാൽ ഇതിനുള്ള തെളിവുകൾ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. ഇൻക്വസ്റ്റ് നടപടിയിലും പരുക്കുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് വൈദ്യുതാഘാതം ഏറ്റാണ് മരണമെന്ന് സ്ഥിരീകരിച്ചത്. നിർധന കുടുംബമാണ് ബോബിയുടേത്. സ്ഥിരം അവരവിടെ കാലങ്ങളായിട്ട് 40 വർഷമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവിടെ പശുവിനെ അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അത് തനിയെ കൂട്ടിൽ വന്ന് കയറും. അങ്ങനെ കാരണം ആ പ്രദേശത്തൊന്നും വേറെ കൃഷികളൊന്നുമില്ല, നശിപ്പിക്കാനൊന്നുമില്ല. അതുകൊണ്ട് അഴിച്ചുവിടും. പശു വയറ് നിറയുമ്പോൾ തിരിച്ച് ആലയിൽ കയറുന്ന സംഭവങ്ങളാണ് സാധാരണ നടക്കാറുള്ളത്. ഏതായാലും ആ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു, ഏക ആശ്രയമായിരുന്നു ഈ ബോബി എന്ന് പറയുന്ന ആള്. 3 മക്കളാണുള്ളത്. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയാണുള്ളത്. മൂത്ത കുട്ടി നഴ്സിങ്ങിന് പഠിക്കുന്നു. രണ്ടാമത്തെ കുട്ടി +2 മരുതോങ്കര സ്കൂളിൽ പഠിക്കുന്നു. ഇളയ കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏക ആശ്രയമാണ്. ഈ വീട്ടമ്മ പണിയെടുത്തിട്ടാണ് ഇവരെ മുഴുവൻ പഠിപ്പിക്കുന്നത്. മേയാൻ വിട്ട പശു തിരിച്ചു വരാത്തതിനെ തുടർന്ന് തിരഞ്ഞു പോയതായിരുന്നു ബോബി. ബോബിയുടെ മരണത്തിൽ തൊട്ടിൽപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, കോഴിക്കോട്.